നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. സ്വതവേ നമ്മൾ ഈ പരിപാടിയിൽ കൂടുതലായും തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള അത്തരം പ്രതിസന്ധികൾ, ഒപ്പം തന്നെ അവയുടെ പരിഹാര മാർഗങ്ങൾ, അതായത് ജനകീയ സമരങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഇത്തവണയും അതുപോലെ സമാനമായ ഒരു വിഷയത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ എറണാകുളത്ത് അവിടെ മുളവുകാട് ഈ ഭാഗത്തേക്കുള്ള കണ്ടെയ്നർ റോഡിലാണുള്ളത്. കണ്ടെയ്നർ റോഡ് കളമശ്ശേരിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കൊച്ചിയിലേക്ക് എത്താവുന്ന ഒരു റോഡ് എന്നതിനപ്പുറം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ കണ്ടെയ്നറുകൾ സുഗമമായ നീക്കത്തിന് റെയിൽവേ പാതയ്ക്കൊപ്പം തന്നെ റോഡ് വഴിയും എന്ന രീതിയിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളിലൂടെയാണ് ഈ റോഡ് നിർമ്മിക്കപ്പെട്ടത്. അന്ന് മൂലമ്പള്ളിയും പഴളിയും എല്ലാം ഇവിടെ നിന്ന് ഈ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇന്നിപ്പോൾ റോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ഭാഗത്ത് ഇതിൽ കടന്നു പോകുന്ന ഈ പിഴലയായാലും മൂലമ്പള്ളിയായാലും ഒപ്പം തന്നെ മുളവുകാട് പ്രദേശമായാലും ഇവരെ ഒരു പ്രതിസന്ധികളും പരാധീനതകളും ഒന്നും അവസാനിക്കുന്നില്ല എന്നതാണ്. മുളവുകാട് ഈ മേഖല അവർക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ ഒപ്പം തന്നെ അവരോട് വാഗ്ദാനം ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ട്. ഈ അണ്ടർപാസ് അടക്കം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ യാത്രാ സൗകര്യങ്ങളിൽ വലിയൊരു പങ്കുവഹിക്കും. ഒപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം, ഇതെല്ലാം ഉറപ്പുവരുത്തിയിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ എത്രത്തോളം അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കണ്ടെയ്നർ റോഡ് വീണ്ടും മുഖമിരിക്കുമ്പോൾ എന്താണ് മുളവുകാടുള്ളവർക്ക് പറയുവാനുള്ളത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതാ മുളവുകാട് കൂടി കടന്നു പോകുന്ന കണ്ടെയ്നർ റോഡ് ഭാഗത്തെ ഈ അണ്ടർപാസാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിനധികം ആയി ഇപ്പോൾ ഈ മുളവുകാട് ഇതുപോലുള്ള കണ്ടെയ്നർ റോഡും കാര്യങ്ങളും എല്ലാം തന്നെ യാഥാർത്ഥ്യമായിട്ട് നാളുകളായി, വർഷങ്ങൾ, ഏതാണ്ട് ഒരു ദശാബ്ദം പിന്നിടുമ്പോൾ പോലും ഇതിൽ കാര്യമായ രീതിയിലേക്ക് ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഒന്നും കാര്യങ്ങൾ മാറിയിട്ടില്ല. നമുക്ക് കാണാം ഈ ഭാഗത്ത് ഇത് മുളവുകാടേക്ക് തിരിഞ്ഞു പോകുന്ന ഭാഗമാണ്. വണ്ടി അതിലേക്ക് മുളവുകാടേക്ക് പോകുന്നു. പക്ഷെ ഇപ്പുറത്തേക്ക് ഇവർക്ക് ഇതുവഴി വരുന്നവർക്ക് ഈ റോഡ് ക്രോസിംഗ് കണ്ടെയ്നർ റോഡിലെ നമുക്കറിയാം ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മിക്കുന്നതും. അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് യു ടേൺ ഒന്നും അനുവദിക്കില്ല. ദൂരം ഒരുപാട് പോകേണ്ടി വരും. അപ്പോൾ ഈ ദ്വീപിൽ നിന്നവർക്ക് ഇപ്പോൾ മുളവുകാട് ദ്വീപെന്ന് പറയാനിപ്പോൾ കഴിയില്ല, കാരണം ഇവിടെ പാലമല്ല യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർക്ക് ഈ കണ്ടെയ്നർ റോഡിലേക്ക് കയറുമ്പോഴേക്ക് അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് അന്ന് അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന പോലെ ഇതുപോലുള്ള ഒരു അണ്ടർപാസ് നിർമ്മിക്കുകയും വളരെ പെട്ടെന്ന് അവർക്ക് റോഡിന് ഇരുവശം എല്ലാം തന്നെ കടന്നു പോകാൻ കഴിയുകയും ചെയ്യുന്നു. പക്ഷേ അതിലേക്കുള്ള റോഡിൻ്റെ ഒരവസ്ഥയാണ് ഇതുവരെയും അത് പ്രയോജനപ്രദമാക്കിയിട്ടില്ല. ഇവിടേക്ക് ഇതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഈ ചതുപ്പ് തന്നെയാണ്. വാഹനങ്ങൾക്ക് ഇതുവഴി കടന്ന് റോഡിലേക്ക് കയറാൻ അതുള്ള സംവിധാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ആളുകൾ സ്വതവേ വളരെ പെട്ടെന്ന് പോകാൻ ചില തിടുക്കം കാണിക്കുന്നു, റോങ് സൈഡ് കയറി പോകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ പതിവാകുന്നൊരു കാഴ്ചയാണ്. ഈ മേഖലയിലുള്ള നിരവധിയായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊപ്പം ഈ മുളവുകാട് പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്. വൈസ് പ്രസിഡന്റ് ഒപ്പം ചേരുന്നു. എന്താണ് പേരെങ്ങനെയാണ്? റോസ് മാർട്ടിൻ. നമ്മൾ ഈ പലരും പറഞ്ഞു ഈ അണ്ടർപാസിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. നാളുകളായിട്ട് ഇത് ഈ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. വലിയ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ എങ്ങനെയാണ്? സാധാരണയായിട്ട് ഇപ്പോൾ 10 വർഷം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കണ്ടെയ്നർ റോഡ് വന്നിട്ട്. ഈ അണ്ടർ പാസേജും ആ സമയം മുതലുള്ളതാണ്. അണ്ടർ പാസേജ് ഉണ്ടെങ്കിലും 2 സൈഡിലുള്ള സഞ്ചാരപാത ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മുളവാട് നിവാസികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതുമൂലം തന്നെ പല ഒരു മരണം വരെ എത്താവുന്ന സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആക്സിഡൻറ്റുകൾ നിരന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ആവശ്യം ഞങ്ങൾ ഈ ഭരണസമിതി കയറിയപ്പോൾ ഞങ്ങൾ NH കൊടുത്തു, PDക്ക് റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിരുന്നു. ആ സമയത്ത് നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഈ ഇതും കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുത്ത് റെഡിയാക്കി ഈ വർക്ക് ചെയ്യിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വന്ന
98 കോടിയുടെ ഒരു വർക്കിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ സഞ്ചാരപാത രണ്ട് സൈഡിലുള്ളതും ഉണ്ടായില്ല. അപ്പോൾ ആ കാരണം ഞങ്ങൾ വീണ്ടും ചൂണ്ടിക്കാണിച്ച് നമ്മുടെ MP നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട MP ഹൈബിഡനുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതികൾ ചെന്നു. അതുപോലെ തന്നെ മറ്റു നേതാക്കളും പാർട്ടിക്കാരും ഉൾപ്പെടെ ഞങ്ങൾ ചെന്ന് സംസാരിച്ചതിൻ്റെ ഫലമായി MP ശക്തമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ എസ്റ്റിമേറ്റിൽ ഈ ഫണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഇപ്പോൾ ഒരു സഞ്ചാര യോഗമാക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപാട് നിരന്തരം, കാരണം കമ്മിറ്റിയെ പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഈ 4-4.5 വർഷം പുറകെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. കാരണം ആക്സിഡന്റ് എന്ന് പറയുന്നത്, കാരണം ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ ഏതൊരു ഭരണസമിതിയുടെയും ഏറ്റവും മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് അപകടം നിരന്തരമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി മുൻനിർത്തിക്കൊണ്ട് വേണമല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് ഭരണസമിതി. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊന്ന് യാഥാർത്ഥ്യമാക്കുക എന്നൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമിക്കുക. ഇപ്പോൾ കഷ്ടിച്ച ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകാം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തന്നെ യാഥാർത്ഥ്യമാകുന്നില്ല എന്നത് തന്നെയാണ് ഉള്ളത്. ഒപ്പം വിവേക് ഹരിദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. വിവേക്, ഇവിടെ പലതവണ ഈ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, പലപ്പോഴും അപകടങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി, അത് ഇപ്പോഴാണ് ഇതിനൊരു അനക്കം വെച്ച് തുടങ്ങിയെന്നെല്ലാം തന്നെ ഒരു നാട്ടുഭാഷയിൽ നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകൾ എത്രത്തോളമായിരുന്നു നിങ്ങളുടെ ഒരു ദുരിതം? ഈ ദുരിതം എന്ന് പറഞ്ഞാൽ ചെറിയതല്ല. ഈ പറയുന്ന ഈ അണ്ടർപാസിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു വഴി കാണുന്നുണ്ടല്ലോ, ഈ വഴിയിൽ കൂടെ ഇപ്പോൾ ഒരു 2 വീലർ അല്ലെങ്കിൽ ഒരു കാർ, നമ്മൾ സാധാരണക്കാരാണ്, പെട്രോളിനൊന്നും നിസ്സാര വിലയൊന്നുമല്ല, പെട്രോളായാലും ഡീസലായാലും. അപ്പോൾ 2 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങി വേണം പോകാൻ. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു ആക്സസ് 2 കിലോമീറ്റർ യാത്ര ചെയ്യണം, യു ടേൺ എടുത്ത് നേരെ അപ്പുറത്തെ പാതയിലോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് ലാഭിക്കാനായിട്ടാണ് അവരപ്പോൾ തന്നെ ഈ പറയുന്ന 1 വേ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ അങ്ങോട്ട് പോകും. അവിടെ വന്ന് പല ആക്സിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഈ 98 ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ഈ പറയുന്ന നവീകരണം, അതായത് അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഇപ്പം നല്ല ഭംഗിയിൽ ഇപ്പോൾ ഈ റോഡ് ഇപ്പോൾ NH നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞ്, അതെ 10 വർഷം കഴിഞ്ഞിട്ട് ഈ ടോള് പോലും ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വരാതെ പിരിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു അബദ്ധം, സന്മനസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇതിപ്പോൾ ടോള് തന്നേക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ ഇത്രയും ആക്സിഡൻറ്റ്, ഇപ്പം തൊട്ടപ്പുറത്ത് കിടക്കുന്ന കടമക്കുടി ആയാലും ചേരാനല്ലൂർ ആയാലും അവർക്കൊക്കെ സർവീസ് റോഡുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് ഈ സർവീസ് റോഡ് ആക്സസ് ഇല്ലാത്തത്. അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ടോളിൻ്റെ അപ്പുറത്ത് മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡുള്ളത്. ബാക്കിയുള്ള ഇത്രയും ഭാഗം ഇത് സർവീസ് റോഡാണ്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇതിലേക്കൂടെ അങ്ങോട്ട് പോകാനായിട്ടുള്ള, അതായത് ബോൾഗാട്ടി ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു റോഡ് സാക്ഷാത്കരിക്കുക. അതുപോലെ നേരെ തിരിച്ച് അസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ കടമക്കുടിയിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ഈ അണ്ടർപാസ് വഴി അങ്ങോട്ട് റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ബഹുമാനപ്പെട്ട MP ഇടപെട്ട് ശക്തമായ ഇടപെടലുകൾ കേന്ദ്രത്തിലും ഇവിടെ NHുമായി സംസാരിച്ച് അവർ പൂർണ്ണമാക്കാം എന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 മാസത്തിനുള്ളിൽ ഈ പണിയെല്ലാം തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതുകൂടാതെ MP-യുടെ മറ്റൊരു താല്പര്യം ഇവിടെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇപ്പോൾ ഇത് ഒരു ബോൾഗാട്ടി കൺവെൻഷൻ സെൻ്റർ, അങ്ങനെ വലിയൊരു ഹോട്ടൽ സമുച്ചയം കാര്യങ്ങളെല്ലാം വന്ന് ടൂറിസ്റ്റ് പ്ലേസ് ഇരിക്കുന്നു. ഒപ്പം വലിയ ആശുപത്രികൾ വന്നിരുന്നു. അപ്പോൾ ഈ കൊച്ചിയിലേക്ക് ഇവിടേക്ക് വരുന്നവർ പലപ്പോഴും ഈ പ്രദേശവാസികളല്ല, മറ്റു പലരും വരുന്നവർ. അപ്പോൾ ഇതൊന്നും അറിയാതെ അവരും ഇതിലെല്ലാം തന്നെ പെട്ടുപോകുന്നു. തീർച്ചയായിട്ടും കൊച്ചി എന്ന് പറയുന്നത് ഇന്ന് വേറൊരു വൈബാണ്. മറ്റ് നാട്ടുകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നു. കൂടുതലും രാത്രി സഞ്ചാരികളാണ് മറ്റു നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. കൂടുതലും അവരാണ് ഇവിടെ രാത്രി വന്ന്, അവർക്ക് വേറെ ആരും റെസ്ട്രിക്ഷൻസ് ഇല്ല. വീട്ടിലുള്ള പിള്ളേരായാൽ പോലും ഇവിടെ കൊച്ചിക്കാരായാൽ അവർ വീട്ടിലാണ് ഉണ്ടാവുക. അവർ പൊതുവേ രാത്രി അങ്ങനെ ഇറങ്ങാറില്ല എന്നുള്ളതല്ല, ഇറങ്ങാറുണ്ടാവും. പക്ഷേ മറ്റ് നാട്ടുകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് കൂടുതലും രാത്രി ഈ നാടുകളിൽ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതെ, ഈ വഴി വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ അപ്പുറത്ത് ഒരു കലുങ്ക് പൂർത്തീകരിക്കാനുണ്ട്, ആ കലുങ്കിൻ്റെ വർക്ക് കൂടി നടത്താനുണ്ട്. അതും ഞങ്ങൾ NHആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെയും നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ ലോറി വരെ ആ കലുങ്കിൻ്റെ സൈഡിലോട്ട് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം ഈ ഒരു തൊട്ട് 500 മീറ്റർ മാത്രം മാറി കൊച്ചിയിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു ദ്വീപ് ഇനിയും ഏറെ വികസിക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതുവരെയും വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ വിവേകഹരിദാസ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ മേഖല പലപ്പോഴും ഇങ്ങനെ ഈ തുരുത്ത് വഴി ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അടക്കം ഒരു താവളമായി മാറാറുണ്ട്. അത് അങ്ങനെ ഒരു കേന്ദ്രമാകുന്നതുകൊണ്ട് പലപ്പോഴും ഇവിടേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഇതിനെ ഈ തുക അനുവദിക്കുകയും 5 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഘടിപ്പിച്ച ക്യാമറ സംവിധാനങ്ങളാണ്. കാരണം ഇത് പാത യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇതിൻ്റെയൊന്നും അത്രയ്ക്കധികം ഒരാവശ്യം വരില്ലായിരുന്നു. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് സർവീസ് റോഡെന്ന് പറയുന്ന ഭാഗം. ഇത് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ സർവീസ് റോഡ് മറ്റ് സ്ഥലങ്ങൾക്കുള്ളപ്പോൾ മുളവുകാടുകാർക്ക് അതും നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരം ഒരു അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ഇപ്പോൾ വന്നിട്ടുണ്ട്. വൈകാതെ അത് പരിഹരിക്കപ്പെടുമെന്നാണ് അവരുടെ എല്ലാം പ്രതീക്ഷ. ഈ അണ്ടർപാസ് ഇവിടെ ഇങ്ങനെ നാളുകളായല്ലോ പണിതിട്ട്, ഒന്നും ഇതുവരെ എത്തിയിട്ടുമില്ലല്ലോ. എന്താണ് നിങ്ങൾ പറയുന്നത്? അതായത് ഈ കണ്ടെയ്നർ റോഡ് ഇവിടെ യാഥാർത്ഥ്യമായപ്പോൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതാണെങ്കിൽ യാത്രാ സൗകര്യങ്ങൾ കൂടി എല്ലാം കൊണ്ടും ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. പക്ഷേ അതിലുപരിയായിട്ട് ഇപ്പോൾ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഇതിലെ കൂടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ അവിടെ ഒരു നല്ലൊരു അണ്ടർ പാസേജ് അവിടെ പണിതിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലും അത് ഉപയോഗപ്രദമാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വെച്ചാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മുളവുകാട് പ്രദേശത്തെ ദ്വീപിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് അത് ഉടനെ തന്നെ പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ് ഒരു പൗരൻ നിലയിൽ എൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വീണ്ടും സ്വാഗതം പരിപാടിയിലേക്ക്. ഏതായാലും ഈ മുളവുകാട് കൂടി കടന്നു പോകുന്ന കണ്ടെയ്നർ റോഡ് വലിയ സാധ്യതകളെല്ലാം തന്നെയാണ് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾക്ക് നൽകിയത്. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നുണ്ട്. പക്ഷേ ഈ സർവീസ് റോഡ് പോലും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന വലിയ പരാതി മുളവുകാട്ടുള്ള ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് സത്യവുമാണ്. കാരണം അതൊക്കെ കുറേ കൂടി ദീർഘവീക്ഷണത്തോടു കൂടി സമീപിക്കേണ്ട വിഷയങ്ങൾ തന്നെയായിരുന്നെങ്കിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം പങ്കെങ്കിലും അത് കുറയുമായിരുന്നു എന്ന് പറയും. നമുക്കൊപ്പം മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് അക്ബർ കൂടി ചേരുന്നുണ്ട്. ഇവിടെ പൊതുവിൽ പറയുമ്പോൾ കണ്ടെയ്നർ റോഡ് യാഥാർത്ഥ്യമാകുന്നു, വലിയ രീതിയിലേക്ക് അത് വികസനങ്ങൾ എത്തിക്കുമെന്ന് പറയുന്നു. ഇപ്പോഴും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കൾവർട്ടിൻ്റേതായ വിഷയങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു വിഷയം? ശരിക്ക് കണ്ടെയ്നർ റോഡ് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾ കണ്ടത്. എന്നാലും അതിൻ്റെ ഗുണവുമുണ്ട്. പക്ഷെ അതിലേറെ നമ്മൾ പ്രതീക്ഷ പോലുള്ള ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഈ റോഡിൻ്റെ വിഷയങ്ങൾ വടക്ക് നോർത്ത് നിന്ന് കണ്ടെയ്നർ റോഡിലോട്ട് പോകുന്ന നമുക്കൊരു അടിപ്പാതയുണ്ടെങ്കിലും കയറാനുള്ള സൗകര്യങ്ങളില്ലാത്തത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സർവീസ് റോഡ് ഈ വടക്കേറ്റത്തേക്ക് പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറം വരെ സർവീസ് റോഡ് ഉള്ളൂ. വടക്കോട്ട് സർവീസ് റോഡ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷയം നമുക്ക് വലിയൊരു വിഷയമാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ഒരു കൽവെട്ട് പണി നടപ്പുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ. വലിയ വിവാദമായ ഒരു കൽവെട്ടാണ് അത്. ഇപ്പോൾ നമ്മൾ തന്നെ അത് ആദ്യം ഈ ഒരു 5-6 വർഷം മുമ്പ് പണിതതാണ്. അതന്ന് പണിതപ്പോൾ സമയത്ത് അത്രയും ഹൈറ്റിൽ പണിയരുത് എന്ന് നമുക്കൊരാശങ്കയുണ്ടായിരുന്നു. വെള്ളം പോകുന്ന കാര്യത്തിൽ ഒരാശങ്കയുണ്ടായിരുന്നുകൊണ്ട് നമ്മളത് തടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്താണ്. പക്ഷേ അത് പൊളിച്ച് പണിയണമെന്ന് നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടാണ് പല പ്രാവശ്യം പലവട്ടം അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് പോലും അന്ന് ഇപ്പോൾ അവരുടെ എൻജിനീയർ വിഭാഗം പറയുന്നത് അത് ആ ബെഡ് വാർത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കലിങ്കിന് ബലക്ഷയം ഉണ്ടാകും. കണ്ടെയ്നർ ലോറി വരെയും കയറി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ബലക്ഷയം വരുന്നത് കൊണ്ട് ഇവൻ്റെ ഉത്തരവാദിത്വം കോൺട്രാക്ടർ ആരും ഏറ്റെടുക്കില്ല. പൊട്ടിച്ച് പണിത അതിന് ഈ പറഞ്ഞ പോലെ ബലക്ഷയം ഉണ്ടാവും. അതുകൊണ്ട് അതങ്ങനെ അപ്പോൾ അവർ പറയുന്നത് ഇത് പണിയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണിയില്ല. അത് ഉത്തരവാദിത്വം കേൾക്കാൻ ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് അങ്ങനെ പണിയണമെങ്കിൽ അവർക്ക് അതിൻ്റെ
പ്രശ്നങ്ങളില്ല. അവർ ഇപ്പോൾ ചെയ്തോടത്തോളം കാശ് അവർ വാങ്ങിയിട്ടുണ്ട്. ചെയ്തോടത്തോളം അളന്നവർ കാശും വാങ്ങിയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കത് പണിയണം. അവിടെ പണിയാണ്ടിരിക്കാൻ പറ്റില്ല. അപകടങ്ങൾ കൂടുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളക്കാന്താരിയിലൊരു ചേച്ചി അവിടെ വന്നിട്ട് അങ്ങനെ തന്നെ മറിഞ്ഞ് അതിലേക്ക് വീണ് ഭാഗ്യം കൊണ്ടാണ് മരിക്കാതെ രക്ഷപ്പെട്ടത്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷകളും കാറുകളും മറ്റു ടൂ വീലറുകളൊക്കെ പോയി നേരെ അതിൻ്റെ ഉള്ളിൽ കമ്പി നേരെ പൊങ്ങി നിൽക്കുകയാണ്. പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് മരിക്കാതെ. ഇനി ഇതിനേലും വലിയ അപകടം അങ്ങനെ കിടന്നാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കത് പണിതേ പറ്റുള്ളൂ, പണിയാണ്ടിരിക്കാൻ പറ്റില്ല. വെള്ളം പോകാനായി ഇപ്പോൾ തൽക്കാലം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്ര നാളായിട്ടും വെള്ളമൊക്കെ അതിലേ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിപ്പോൾ ഞാൻ കളക്ടറോട് ഞാൻ പറഞ്ഞു, നമുക്ക് വേറെ ഒന്നുമില്ല, പൊളിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കവിടെ പണിതേ പറ്റുള്ളൂ. നമുക്കതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ കിടക്കാനായിട്ട് നമ്മൾ അത് അനുവദിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ കൽവെട്ട് പോണതിൻ്റെ അടിയിൽ അന്ന് പാലം പണിതതിൻ്റെ അവശിഷ്ടങ്ങൾ കോൺക്രീറ്റുകൾ ഇപ്പോഴും കിടക്കണമുണ്ട്. ആ പുഴയിൽ ഒഴുക്കുകൾ നിലച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാന വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുഴ മരിച്ചു പോയതിനതുമില്ല, അത് കോരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ റെയിൽ പോകുന്നതിൻ്റെ അടിയിൽ ഇതേപോലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പോകുന്നതുകൊണ്ട് പുഴയിലെ തീർച്ചയായിട്ടും ആ ഒഴുക്ക് നിലച്ചത് കൊണ്ട് ഒരുപാട് ഉറുതലുകൾ പുഴയിൽ പൊങ്ങിക്കിടക്കണേണ്. അപ്പോൾ ആ പുഴ മൊത്തം ഒഴുക്കില്ലാതെ അത് നികന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും എളുപ്പം ചെയ്യേണ്ടത് പുഴ കോരുക ട്രെഡ്ജ് ചെയ്യുക എന്നുള്ള. അപ്പം തന്നെ കുറേ വെള്ളം താഴത്തേക്ക് ഇരിക്കും, കുറേ വെള്ളക്കയറ്റത്തിന് കുറവ് കിട്ടും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വികസന കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമാകുന്നതിന് ശ്രമങ്ങൾ ആവശ്യമാണ്. എന്താണ് പ്രദേശവാസി എന്നുള്ള രീതിയിൽ പറയുന്നത്? വലിയ ഒരു ദീർഘവീക്ഷണം ഇവിടെ ഇല്ലാതെ പോയെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അതിന് കാരണം ഉണ്ട്. നിലവിൽ കളമശ്ശേരി മുതൽ മൂലമ്പള്ളി വരെ സർവീസ് റോഡുണ്ട്. നമുക്ക് മുളകാട് ജനതയ്ക്ക് മാത്രമാണ് സർവീസ് റോഡ് ഇല്ലാണ്ടിരിക്കുന്നത്. നിലവിൽ സർവീസ് റോഡിനുള്ള പ്ലാനും സ്ഥലവും വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ചെയ്യാത്തതാണ് അതിൻ്റെ ഇത്, നടപ്പാക്കിയിട്ടില്ല. അതെ, തീർച്ചയായും. ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ പലപ്പോഴും നമ്മൾ ഇതൊക്കെ അവരെയൊക്കെ ധരിപ്പിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിലവിൽ 100 ചില്ലാനം പേര് ഈ ഹൈവേ വന്നതിലൂടെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇതെങ്ങനെയും വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷയാണ് വന്നേക്കും ഉടനെ അല്ലേ? അതെ, ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കണക്ക് അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ 10 വർഷത്തിനിപ്പുറത്തേക്ക് 100-ലധികം പേർ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഈ കാണുന്ന ഈ പാത അത് യാഥാർത്ഥ്യമാക്കിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഖ്യ ഈ രീതിയിലേക്ക് വരികയും ചെയ്യുന്നത്. അത് ഉടനെ അത് ഉണ്ടാകണം. അത് ഇപ്പോൾ MP-യുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നേടിയിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഈ മുളവുകാട് പ്രദേശത്തുള്ളവർക്ക് ഇത് യാഥാർത്ഥ്യമാക്കിയേ മതിയാകൂ എന്നതാണ്. മുളവുകാട് റോഡിൻ്റേതും മറ്റു അടിസ്ഥാന സൗകര്യ വിഷയങ്ങളുടേതും എല്ലാം പ്രശ്നം. അതിനുമിപ്പുറം അനന്തമായ വലിയ രീതിയിലുള്ള ടൂറിസം സാധ്യതകളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കൊച്ചിയുടെ സവിശേഷതയായ ഈ കായലോരങ്ങൾ തന്നെയാണ്. വളരെ സുന്ദരമായ കാഴ്ചകളാണ് അത് ഈ കണ്ടെയ്നർ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ളത്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ ഇത്രയായിട്ടും അത് പോകുന്നു. അത് ദേശീയപാത അതോറിറ്റിയുടെ കടുംപിടുത്തം എല്ലാം തന്നെ ഇക്കാര്യത്തിലുണ്ട്. ഇത് വരുന്നത് ഈ ഭാഗത്തേക്ക് ഈ അണ്ടർപാസ് വരികയാണെങ്കിൽ അത് ഇതിലൂടെ വേണം കടന്ന് ഈ വഴി പോയി ഹൈവേയിലേക്ക് കയറാനായിട്ട്. അതിന് ആദ്യം ഈ പാത യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അണ്ടർപാസ് ഇത്തവണ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഇവരെല്ലാം തന്നെ ഒരു പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ അത് ഉറപ്പാകുമ്പോൾ പിന്നീട് തെളിയുന്നത് ഈ ഭാഗത്തുള്ള ഒരു വാക്ക്വേ, അത് നേരത്തെ കൊച്ചിയുടെ തന്നെ ഒരു അടയാളമായി മാറിയിട്ടുള്ള ക്യൂൻസ് വാക്ക്വേ മോഡലിൽ ഇവിടേക്കെല്ലാം തന്നെ വരാം. കാരണം ഇവിടെ മറൈൻ വാക്ക്വേ ഉണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. ക്യൂൻസ് വാക്ക്വേയും അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ എല്ലാം തന്നെ കിടപിടിക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെയൊരു പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് വളരെ സുന്ദരമായിട്ട് ഈ കായലിൻ്റെ ഓളപ്പരപ്പുകൾ വളരെ അടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ ചീനവലകളുടെ സാന്നിധ്യമുള്ള അങ്ങനെയുള്ള വളരെ സവിശേഷമായ ഒരിടമാണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് അതിൽ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. വലിയ ടൂറിസം സാധ്യതകൾ കാണുന്നു. വിവേക്, ഇതിൽ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് അത് എങ്ങനെയാണ് അതിനോടുള്ളൊരു ആദ്യ പ്രതികരണം എല്ലാം പറയുന്നത്? പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങൾ പലവട്ടം PD-യുടെ അടുത്ത് പോയി, അതായത് പ്രോജക്റ്റ് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി
NH ഇപ്പോൾ പറയുന്നത് NH-ന് ഇവിടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് പാടില്ല എന്നുള്ള രീതിയിലാണ്. ഇതൊരു സ്ഥാപനങ്ങളോ ഒന്നും പാടില്ല. ക്യൂൻസ് വേ പോലെ ഒരു സംവിധാനമാക്കാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മുടെ പ്രിയങ്കരനായ MP ഹൈബി ഈഡൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് പാസ്സായ അവസ്ഥയിലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം പ്രോജക്ട് ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞത് അവിടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അനുവദിക്കാം. ചെറിയ കട പോലും തുറക്കാൻ പറ്റില്ല. അതെ, അത് അങ്ങനെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായെന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ കീഴിൽ ഈ പറയുന്ന ആകാം, അവർക്ക് ചെയ്യാലോ. നമ്മളുടെ ആവശ്യം ഇവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് പോലെ ഇവിടെ ആളുകൾ വന്ന് ഇവിടുത്തെ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. മുളവുകാട് നന്നാവണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ ആ ആഗ്രഹം MP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും ഈ പ്രദേശവാസി എന്ന രീതിയിൽ എങ്ങനെയാണ്, കാരണം നിങ്ങൾ കാണുന്നത് വലിയ സാധ്യതകളെല്ലാം തന്നെ ഒരു അവശേഷിക്കുന്ന ഇടമല്ലേ, നിങ്ങളെ ഈ റോഡും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഉണ്ട്, എങ്കിൽ കൂടിയും ഇതൊരു പ്രതീക്ഷയുടെ ഒരു തുരുത്ത് കൂടിയല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ തുരുത്താണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കാട്ടാത്ത വരെ നമുക്ക് സർവീസ് റോഡ് വന്ന് നിൽക്കുന്നുള്ളൂ. നമ്മുടെ അതേപോലെ തന്നെ ഈ ഇവിടെ നമ്മൾ സൗന്ദര്യവൽക്കരണം അതുപോലെ തന്നെ ഇതായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മളുടെ അവിടെ നിന്ന് കാട്ടാത്ത മുതൽ വടക്കേറ്റം വരെയുള്ള ഒരു സർവീസ് റോഡ്. അതും കൂടി നമുക്ക് യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ നമ്മളുടെ ഏറ്റവും കൂടുതൽ അത് വരുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വരെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ നമുക്ക് ഏറ്റവും ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, നമ്മളുടെ ആൾക്കാരുടെ ദുരിതം മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് ഇറിഗേഷനിലും അതുപോലെ തന്നെ പഞ്ചായത്ത് നിരവധി പദ്ധതികളോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഫണ്ടുകളുടെ ദൗർലഭ്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഈ പറഞ്ഞ പോലെ വടക്കേറ്റം മുതലുള്ള ഒരു കാട്ടാത്ത വരെയുള്ള സർവീസ് റോഡ് യാഥാർത്ഥ്യമായാൽ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വീടുകളിലേക്ക് കയറുന്ന വെള്ളക്കെട്ടത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ പഞ്ചായത്തും അതുപോലെ തന്നെ ഒരു പാർട്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആ ഭരണസമിതിക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് ആവിഷ്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റിംഗ് ബണ്ട് റോഡ് നമ്മുടെ ഏറ്റവും വലിയ ദ്വീപുകളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അടിസ്ഥാന വികസനം മൊത്തത്തിൽ മെച്ചപ്പെടണം എന്നുള്ളത്. അടിസ്ഥാന വികസനം മൊത്തത്തിൽ മെച്ചപ്പെടണം. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് നമ്മളുടെ കുറേ ആൾക്കാർ കഷ്ടത അനുഭവിക്കുമ്പോൾ ഒരു വികസനം നമുക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ ആ ആൾക്കാരുടെ കഷ്ടതകൾ മാറ്റിക്കൊണ്ടിട്ടുള്ള ഒരു വികസനവും കൂടി ആകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ടൂറിസം നമുക്കിവിടെ ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കുറേ പലതരത്തിലുള്ള ഇതുപോലെ നികത്തിയിട്ടിട്ട് നമ്മുടെ സാധ്യത ഇത്രയും നല്ലൊരു കാലാവസ്ഥയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ഉള്ളൊരു സ്ഥലം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം മേഖലയ്ക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വളരെ ഇതാണ്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ MP ഇത്തരത്തിലുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങളും ഒരേപോലെ തന്നെ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് മുഖം മിനിക്കിയതുകൊണ്ട് മാത്രം കാര്യമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടി ഊന്നൽ നൽകണം. ഒരിക്കൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് ഇത് ടൂറിസം സാധ്യതകൾക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരിടമാണ് മുളവുകാട് എന്ന് പറയുന്നത്. പക്ഷേ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. അങ്ങിങ്ങ് ചെറിയ വള്ളങ്ങൾ അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റ് എന്നതിന് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ്. മുളവാട് കഴിഞ്ഞു. കുറച്ചുകൂടി ഇവിടെ ആളുകൾക്ക് തങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് പദ്ധതികൾ വരണം. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം അപൂർവം ചില സ്ഥലങ്ങളിലേക്ക് കിട്ടുള്ളൂ. ഇപ്പം ഇതിലേ പോകുന്നവർ മുഴുവനും ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഈ സൂര്യാസ്തമയം കണ്ടാൽ ഇവിടെ ഒന്ന് ഇറങ്ങി പോകാതെ അവർക്ക് മനസ്സ് വരില്ല. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ സംബന്ധിച്ച് അത് തന്നെ ഞാൻ പല മീറ്റിങ്ങുകളിലും ഇപ്പോൾ MLA MP ഒക്കെ ആയിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പല ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മുളവുകാട് നോർത്തിനെ പറ്റി ഞാൻ പറയും. ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യണില്ല എന്നുള്ളത് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. മുമ്പ് ഇതേപോലെ ഹൈവേയുടെ ഇവിടെ വന്ന് ഒരു ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തപ്പോൾ 100 മീറ്റർ ചെയ്യണമെങ്കിൽ 5 കോടി രൂപ വേണ്ടി വരും. ആ രീതിയിൽ ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അന്നേരം ആ ഫണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് അത് റിജക്റ്റായി പോയി. രണ്ടാമത് ഇപ്പോൾ പോർട്ടായിട്ട് സംസാരിച്ച് പോർട്ടിനെയും വിളിച്ചിട്ട് ഹൈബിയുടെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് അതിനുള്ള ഫണ്ടില്ല, എന്നാൽ കേന്ദ്ര ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പലവട്ടം സംസാരിച്ചപ്പോൾ അവർക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ ഹൈബി പറഞ്ഞു എനിക്കതിനുള്ള സാങ്ഷൻ തന്നാൽ ഞാൻ ഫണ്ട് കൊണ്ട് ചെയ്തോളാം
എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് അതൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും വൈകാതെ കൊച്ചിയിലെ അറിയപ്പെടുന്ന ഇടങ്ങളിൽ ഒന്നായി മുളവുകാട് മാറും എന്നാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷ. എന്തായാലും ഈ കണ്ടെയ്നർ റോഡ് വഴി കൊച്ചിയിലേക്ക് വരുമ്പോൾ യാത്ര ചെയ്യുന്നവർ ഓർക്കുക. കാരണം ഇവിടെ മുളവുകാട് നോർത്ത് ഈ ഭാഗത്ത് സുന്ദരമായൊരിടമുണ്ട്. അത് കാറ്റുകൊള്ളാം, അസ്തമയ സൂര്യനെ കാണാം. അങ്ങനെ വളരെ സുന്ദരമായ ഒരിടം കൂടിയുണ്ട്. അവിടെ ഇറങ്ങുക. കാരണം ഇനി നാളെയുടെ ഒരു അടയാളങ്ങളായിട്ട് മാറുന്ന ഇടങ്ങൾ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുവെന്നാണ്. അതിനനുസരിച്ച് ഉയർത്തിയെടുക്കാൻ കൂടി നമ്മുടെ അധികാരികൾക്ക് കഴിയേണ്ടതുണ്ട്. മുളവുകാട് അത് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന കണ്ടെയ്നർ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ മുളവുകാട് നിവാസികൾ വളരെ പ്രതീക്ഷയോടെ അത് കണ്ടിരുന്നെങ്കിലും പിന്നീട് പക്ഷേ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ റോഡ് കൊണ്ട് അവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടായില്ല. മാത്രവുമല്ല അവരുടെ ദുരിതങ്ങൾ കുറച്ചുകൂടി വർദ്ധിച്ചു എന്നാണ് അവരെല്ലാം തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അണ്ടർപാസ് പോലുള്ള സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാകാത്തത്, അവർക്ക് ഏതാണ്ട് 2 കിലോമീറ്ററിലധികം ചുറ്റി വേണം ഒരു വാഹനത്തിന് യു ടേൺ എടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എല്ലാം കാര്യങ്ങൾ പോകുന്നു. 10 വർഷം പിന്നിടുമ്പോഴും അവരുടെ ദുരിതങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ തന്നെ തുടരുന്നു. ഇക്കുറിയെങ്കിലും ഇത്തവണ അത് ചില ചർച്ചകളെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ വളരെ പ്രതീക്ഷയോടെയാണ് അവർ കാണുന്നത്. ഒപ്പം തന്നെയാണ് മുളവുകാട് സുന്ദരമായ കായലോര കാഴ്ചകളെല്ലാം തന്നെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ടൂറിസം പദ്ധതികൾ ഇതെല്ലാം പൂർത്തിയാകും എന്ന പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് അതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കൊച്ചിയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടാനായിട്ട് അവർക്ക് കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് അവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. അതിന് സഹായകരമാകുന്ന രീതിയിലേക്ക് പദ്ധതികളും പ്രവർത്തനങ്ങളും മാറുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് മുളവുകാട്ട് ജനത. ഞാനിവിടെ ചോദിക്കാം ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.